അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ എന്താ പരിപാടി വെച്ചെങ്കിൽ പള്ളിക്ക് പോകാനായിട്ട് ചോറും കൂട്ടാനൊക്കെ ആയിട്ട് അപ്പോൾ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ കൂട്ടാൻ വയ്ക്കണ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല. അപ്പോൾ കായതിന് ശേഷം അങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇവിടേക്ക് വടക്കാഞ്ചേരി മഹലിക്ക പോണത് കേട്ടോ. എന്താ വെച്ചെങ്കിൽ ഉണ്ണിമോളുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്, 1:30ക്കാണ് മീറ്റിംഗ്. അപ്പോൾ ഇവിടുന്ന് പള്ളി പിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ സമയം കുറേയാവും. അപ്പോൾ അവിടെ ആണെങ്കിൽ അടുത്തല്ലേ, വടക്കാഞ്ചേരി പള്ളിയും പിന്നെ ഇവിടെ സെൻറ്റ് ബൈസ് സ്കൂളും ഒക്കെ ഏതാണ്ട് അടുത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറ് വെച്ചിട്ട് അങ്ങനെ പള്ളിയിൽ പോകാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ശബിത്താത്ത അവിടെ പറമ്പൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. എന്താ പുല്ലൊക്കെ ചെത്തി വാഴയും അതൊക്കെ ഉണ്ട്, നല്ല മൊന്ത പിടിച്ചിട്ട് അവിടെ കിടക്കണത്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അടുക്കള പണിയും വീട്ടിലത്തെ എല്ലാ വീട്ടുപണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ശബിത്താത്ത പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ വർത്താനൊക്കെ പറഞ്ഞു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ശബിത്താത്തയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ് കേട്ടോ, സുലൈമാനിക്ക. അപ്പോൾ സുലൈമാനിക്ക ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഒറ്റ പുല്ല് മുളച്ചിട്ടുണ്ടാവില്ല, എപ്പോഴും പറമ്പിലാവും കേട്ടോ സുലൈമാനിക്ക. അപ്പോൾ എന്താ ശബിത്താത്തൊക്കെ ചെയ്യാട്ടോ, ഒക്കെ വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെ ഇക്കതാ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിനിമ കാണുക, ജയില്ലേ, നല്ല കോമഡി പടാട്ടോ. അപ്പോൾ ഇക്കൊക്കെ അത് കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുക. ലാസ്റ്റ് ഭാഗമായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ആ ഇടിഭാഗമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ട ചിരിച്ച് ചാവില്ലേ, ചാവൊന്നുമില്ല, ഭയങ്കര ചിരി വരും അത് ഭാഗം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നല്ലൊരു സിനിമയാണ്. അപ്പോൾ അതിന്ന് കണ്ടിട്ട് ഓരോ കോമഡിയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാട്ടിക്ക. അങ്ങനെ ഞാൻ പോണില്ല മീറ്റിങ്ങിന്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇവിടെ നേരത്തെ വന്നു കേട്ടോ. മീറ്റിങ്ങിനൊക്കെ പോയിട്ട് നേരത്തൊക്കെ വന്നേക്കണു. അങ്ങനെ സലാം പറഞ്ഞിട്ടൊക്കെ പള്ളിക്കലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മീറ്റിങ്ങിന് പോയ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ ഇവർ വന്നതിന് ശേഷം ഞാൻ പറയാം. അങ്ങനെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ അനിയനൊന്ന് വരുന്നുണ്ട്, നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾ വഴിയെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് കുറേ ആയി, നമ്മളോട് വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് മാസങ്ങളായിട്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാറില്ല, വെള്ളപ്പച്ചട്ടിയൊക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്നും അവിടെ ശരിയാവണില്ലേ. അപ്പോൾ ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, വൈകുന്നേരം ആകുമ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നാളെ കാലത്ത് ഇൻഷാല്ല നമുക്ക് വെള്ളപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം ഉമ്മ തന്ന മിളകൊക്കെ മോരിലൊക്കെ ഇട്ടിട്ട് ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്ക് നല്ല വെയിലാണ്, കണ്ട സമയം 3 മണി ആയിട്ടുണ്ട്, എന്നാലും നല്ല വെയിലാട്ടോ. ഒരു 5 മണി വരെ ഇവിടെ നല്ല വെയിലുണ്ടാവും. കണ്ടില്ല, സൂര്യന് നമ്മുടെ മിളകമ്മയ്ക്ക് തന്നെ നിൽക്കണത്. അങ്ങനെ ഇനി അത് മോരിലേക്കൊക്കെ ഇടണം, മോര് കഴിയണ വരെ ഉണ്ടേ. അപ്പോൾ തുണികളൊക്കെ നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാലത്ത് ഞാൻ വെയിലത്തിട്ടുണ്ട്, നല്ല വെയിലുണ്ടായിരുന്നു. നോക്കി കാക്ക കാഷ്ടിച്ചേക്കണ്. അപ്പോൾ കുഞ്ഞോളുടെ ഷർട്ടിൽ കാക്ക കാഷ്ടിച്ചു കിട്ടുക. ഇവിടെ കാക്കോളും നാലും വന്നിരിക്കുക, മരങ്ങളില്ലെങ്കിലും വേണ്ടില്ല, അഴക്കേമ്പോൾ അങ്ങനെ വന്നിരിക്കുക. എന്നെ ഒരു ഭയങ്കര ശല്യമായിക്കോളൂ കേട്ടോ കാക്കനെ കൊണ്ട്. അങ്ങനെ ഉണ്ണിമോളൊക്കെ വന്നു കേട്ടോ. ഉണ്ണിമോൾക്ക് പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. മീറ്റിങ്ങിന് പോയാലാണ് രക്ഷിതാക്കളുടെ കയ്യിലാണ് പേപ്പർ കൊടുക്കുള്ളൂ, ഇവരെ ആൻസർ പേപ്പർ. അപ്പോൾ അതൊക്കെ മാർക്കൊക്കെ കിട്ടിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം മാത്സിന് മാത്രമാണ് ഇങ്ങനെ മാർക്ക്, എല്ലാവർക്കും ഉണ്ട് കേട്ടോ, ഇവൾക്ക് മാത്രമല്ല, ഒരുപാട് പിള്ളേർക്ക് എല്ലാവരും അതന്നെ പരാതി സ്കൂളിൽ ടീച്ചേഴ്സിനോട് പറയുന്നത് കേട്ടോ. മാത്സിൽ എന്തെങ്ങനെ ആയത് എന്നൊക്കെ തന്നെ എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഭയങ്കര ടഫായിരുന്നു ക്വസ്റ്റ്യന്. അപ്പോൾ എന്താണ് ഇത്, ഹിന്ദി അങ്ങനെ ഓരോ വിഷയങ്ങളിലെ മാർക്ക് കാട്ടിത്തീരെ. ഹിന്ദിയിലൊക്കെ നല്ല മാർക്കുണ്ട്, A, B, C ഒക്കെ ഉണ്ട് കേട്ടോ. മാത്സിൽ മാത്രമാണ് തീരെ മാർക്കില്ല. ഇപ്പോൾ ഇന്നൊരു കമ്പ്യൂട്ടർ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ 20ൽ 20ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മാർക്കൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മാത്സിൽ അവൾക്ക് 5ാം ക്ലാസ്സിൽ അവൾക്ക് 25ൽ 25ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 6ൽ ഇപ്പോൾ മിഡ് പരീക്ഷ കഴിഞ്ഞല്ലോ, അതിലൊക്കെ നല്ല മാർക്ക് ഉണ്ട് കേട്ടോ, A ഗ്രേഡൊക്കെ കിട്ടിയതായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആകെ വിഷമമായി. അപ്പോൾ മാത്സ് അവൾ കാട്ടി തരുന്നില്ല, അത് മാത്സ് പേപ്പർ ഇട്ട് അവളുടെ കയ്യിൽ, അത് കാണിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ട് പൊത്തി പിടിച്ചിട്ട് നിൽക്കുക. അപ്പോൾ ഭയങ്കര വിഷമമായിരിക്കണു. ഇടയ്ക്കും കാട്ടി തരുന്നില്ല കേട്ടോ. ഞാനത് പിടിച്ച് വലിച്ച് കണ്ടു, സംഭവം മാർക്ക് തീരില്ല. അങ്ങനെ ഇൻഷാള്ള വാശി കയറിയിട്ടുണ്ട് അവൾക്ക്. നല്ലോണം പഠിക്കാനും ഇനി മാത്സിൽ ഫുള്ള് മാർക്ക് വാങ്ങണം എന്നുള്ളൊരു വാശി ഇപ്പോൾ കയറിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ അവൾ എന്തായാലും മാർക്ക് മേടിക്കാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾ രണ്ടാളും അവർക്ക് ട്യൂഷന് പോയി. അപ്പുറത്തെ വീട്ടിലെ കണ്ണപ്പം വന്നിട്ടുണ്ട് കളിക്കാൻ. അപ്പോൾ കുഞ്ഞോളുടെ കൂട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ കളിക്കൂട്ടുകാരനും കൂടിയിട്ട് രണ്ടാളും കൂടിയിട്ട് അവിടെ കളിക്കുന്നുണ്ട്.
അങ്ങനെ മോര് മറ്റേ മിളക് അങ്ങോട്ട് വെയിലൊക്കെ പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത് മോരിലേക്ക് ഇടുന്നുണ്ട്. ഉമ്മ അതുപോലെ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് എടുക്കാൻ മറക്കുക. അപ്പം ഉമ്മ ഉണ്ട് ഓർമ്മിപ്പിച്ചു, ഈ മിളക് എടുത്തച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മറക്കണ്ട വെച്ചിട്ട് ഇനി വൈകുന്നേരം ആകുമ്പോൾ ഇനി മഴ പെയ്യ എന്തെങ്കിലും ആവുക വെച്ചിങ്ങനെ അത് നാശമാവുമല്ലോ. അപ്പം ഞാൻ മറന്നു പോയിട്ട് ഒരു ദിവസം അങ്ങനെ വൈകുന്നേരത്ത് വെച്ചു. എന്നിട്ട് ഞാൻ വേഗം പോയിട്ട് എടുത്തു കേട്ടാ. അങ്ങനെ മറക്കണ്ട വെച്ചിട്ട് ഉമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട് വിളിച്ചിട്ട്. അപ്പം അതൊക്കെ മോരിലേക്ക് തന്നെ ആക്കി വെച്ച് 2 ദിവസം അങ്ങനെ ചെയ്യണമല്ലോ. അങ്ങനെ ഉമ്മാൻ്റെ മോരിലൊക്കെ ഇടൽ കഴിഞ്ഞു കേട്ടാ. ഉമ്മ ഇപ്പം ഇനി വെയിലത്തിട്ടിട്ട് ഇങ്ങനെ ഉണക്കുകയാണ്. എനിക്ക് 2 ദിവസം കൂടി അങ്ങനെ ഇടണം. അപ്പോൾ മണീച്ച നന്നായിട്ട് വരുന്നുണ്ട് ഈ മോരിൻ്റെ മണം കാരണേ. അപ്പം മൂടി വെച്ചേക്കാണ്. അങ്ങനെ എൻ്റെ അനിയൻ വന്നുട്ടാ. അവനെ വിളിച്ചപ്പോൾ ഉമ്മ വിളിച്ചപ്പോൾ അവൻ എന്താ ചെയ്യുന്നത് പോകുന്നോ ചോദിച്ചപ്പോൾ അവൻ ഉറങ്ങായിരുന്നു. അപ്പോൾ ഇത്തിരി ഒരു 4:30-5 മണി ആയിട്ടുണ്ട്. 5 മണിക്കാണ് അവൻ വന്നത്. അങ്ങനെ ഷർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടൂല്ലേ. അതെന്താ വെച്ചെങ്കിൽ പുതിയ ഷർട്ടോളാട്ടാ. അപ്പോൾ ഒക്കെ ഭയങ്കര ലൂസ്. ഉപ്പാടെ ഷർട്ട് അത് ഉപ്പാടെ സൈസ് പിന്നെ സൈസൊക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വടക്കാഞ്ചേരിയിൽ അടിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഒരു 100 തയ്ക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഷർട്ട് തയ്ക്കുന്ന ആളാണ്. അപ്പോൾ ആളേൽ കൊടുത്ത വേഗം കിട്ടുമല്ലോ. വടക്കാഞ്ചേരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവനെന്തോ ഷർട്ട് കൊടുത്തിട്ട് 1 മാസമായിട്ടും തന്നിട്ടില്ല. അത്ര തിരക്കുണ്ടാവും, ടൗണല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ വേഗം കിട്ടുമല്ലോ വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ അടിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് തന്നെയാണ്. അങ്ങനെ കുഞ്ഞോള് പരീക്ഷ പേപ്പറൊക്കെ കാട്ടി കൊടുക്കുന്നുണ്ട് മാമാക്ക്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇതിങ്ങനെയല്ലേ ഇത് കോഴി എന്നൊക്കെ എഴുതിയത് എന്താ പറയുക തെറ്റിട്ട് എഴുതിയേക്കണം. അപ്പോൾ കോഴി ഇങ്ങനെയല്ലേ ഇത് ഇങ്ങനെ ശരിക്കും എഴുതുന്നൊക്കെ പറഞ്ഞിട്ട് മാമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണപ്പൻ്റെ അടുത്ത് എന്തൊക്കെയോ അവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇക്ക വന്നിട്ടുണ്ട്. ഇക്ക അതിൻ്റെ ഇടയ്ക്ക് ഒരു എന്താ നമുക്ക് പിന്നെ ഫുഡ് കൊടുക്കുന്നത് കുഴിമന്തിയാണ്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ പകുതി വരെ കൊണ്ടുവരും. അത് മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവട്ടെ. ഈ കുഴിമന്തി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല, ഉണ്ടാക്കിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഓർഡർ ചെയ്തതാട്ടാ. അങ്ങനെ അവർ ഒക്കെ പോയിട്ട് വന്നിട്ടുണ്ട്, മേടിച്ച് കൊള്ളുന്നുണ്ട്. അപ്പോൾ അവർ 2 സിറ്റ് ഔട്ടിലിരുന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളപ്പത്തിനുള്ളത് അരക്കുകയാണ് കേട്ടോ. പച്ചരി പിന്നെ എൻ്റെ വെള്ളപ്പത്തിന് അരക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ പച്ചരി ഒരു 2 മണി ഉഴുന്നിട്ടുണ്ട്. പിന്നെ നാളികേര വെള്ളമില്ലേ, തേങ്ങ വെള്ളം, അതും ഒക്കെ കൂട്ടിയിട്ട് ഇത്തിരി ചോറും നാളികേരവും ഇത്തിരി ഈസ്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ അരയ്ക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കണേ ശരിയാവാറില്ല. എന്ന് വെള്ളപ്പം ഉണ്ടാക്കിയാലും വലിയ എയിമുണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഇത് പിന്നെ എന്താവാന്ന് അറിയില്ല. രാവിലെ ആകുമ്പോൾ ഞാൻ ചൂടാനിച്ചുള്ള ഞാൻ രാവിലെ വെള്ളപ്പം ചൂർന്നതൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാച്ച നിങ്ങളെ കമൻറ്റൊക്കെ ഇടുക. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയണവർ കമൻറ്റ് കുറേ ഇടാണ്ടാവൂലേ. എനിക്ക് അറിയില്ല കേട്ടോ സംഭവം. ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കും എങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കുക, എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലും വലിയ അങ്ങോട്ട് ഭംഗിയായിട്ട് വരില്ല. അത് അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ നാളെ ഉണ്ടാക്കുമ്പോൾ എന്താ അവസ്ഥ അത് നാളെ കണ്ടറിയാം. അങ്ങനെയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളേക്ക് നമുക്ക് വെള്ളപ്പത്തിന് മുട്ടക്കറി ഉണ്ടാക്കാനാണ് പ്ലാന്. അങ്ങനെ വീഡിയോസിൽ ഞങ്ങൾക്ക് പട്ടി കുറയ്ക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര ശല്യം, പട്ടികളുടെ ഭയങ്കര ശല്യം. അപ്പോൾ പട്ടികളനൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് നടക്കാനൊക്കെ ആയിട്ടൊന്ന് പോയി. അപ്പോൾ എൻ്റെ മേല് കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ണിയടുത്ത് വർത്താനമായിട്ട് ഇങ്ങനെ ഇരിക്കുക. 2 ട്യൂഷന് പോയിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവൻ പോവാറായപ്പോൾ അവന് മുഖത്തൊക്കെ ഒരു ഉഷാറില്ലായ്മൊക്കെ ഉണ്ട്. വന്നപ്പോൾ എന്താ പറയുക 1.5 മാസത്തോളം നിന്നല്ലോ. പോവാനായപ്പോഴേ ഞങ്ങൾക്കും ഭയങ്കര ഇടങ്ങേറ്. പോവാന്ന് പറയുമ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ ഞാൻ പാത്രത്തിലൊക്കെ ആക്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നു. ഭയങ്കര ഹാപ്പി ഡേ ആയിട്ടെന്ന് നല്ല സന്തോഷമായി. അനിയനൊക്കെ ആയിട്ട് ഇതൊക്കെ ഞാനിങ്ങനെ കാണാമല്ലോ, ഞാൻ കാണില്ല കേട്ടോ. എനിക്ക് കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരുള്ളൂ. അവൻ പോയാലും നമുക്ക് ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യാം. എന്നാലും അത് കാണുമ്പോൾ ഭയങ്കര വിഷമാവും. അങ്ങനെ കൊല്ലങ്ങളും മാസങ്ങളൊക്കെ എന്ത് വേഗമാണ് പോണത് അല്ലേ. അങ്ങനെ ഞാൻ അവനോട് പറയുക, ഈ പോയാലും ഇപ്പോൾ വരുന്നതിന് വരാറാവും. എന്താ വെച്ചെങ്കിൽ കൊല്ലങ്ങൾ അങ്ങനെ പോണത്. ആദ്യമൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു കൊല്ലം കഴിയാനൊക്കെ എത്ര ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഭയങ്കര പാട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അത് നോക്കിയേ 2025 ആവാനാണ് പോണത്. എത്ര പെട്ടെന്നാ. അപ്പോൾ എന്താണെന്നറിയില്ല, കൊല്ലങ്ങളൊക്കെ അങ്ങനെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോണുണ്ട്. ലോകം അവസാനിക്കാറായോ എന്തോ ഒന്നും അറിയില്ല കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ വന്ന് എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാനും അതിൻ്റെ ഇടയിൽ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് വിളമ്പിയിട്ട് ഞാൻ വന്നിരിക്കാച്ചിട്ടാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. മക്കൾക്കും ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ എന്താ കുഴിമന്തിയൊക്കെ നല്ല ഇഷ്ടമായി. കുറേ ഐറ്റം മന്തിയൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ 2 ദിവസമായി ഇവർക്ക് മന്തി കഴിക്കാൻ തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ എന്തായാലും മാമ വരുന്നുണ്ടല്ലോ. അപ്പോൾ മാമ വരുന്നന്ന് മേടിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ.
അങ്ങനെ എല്ലാവരും വയറടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞാനും വന്ന് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക പറയുകയും പോലെ ചോറെടുത്തിട്ട് വായോന്നൊക്കെ പറഞ്ഞപ്പോൾ കഴിക്കുകയാണ്. സമയം നമുക്കതായിട്ടുള്ളൂ കേട്ടോ. നേരത്തെ അങ്ങോട്ട് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് ഒന്ന് നടക്കാനൊക്കെ ആയിട്ടൊന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ചിരിക്കുന്നുണ്ട്, ഉണ്ണി ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇക്കാനെ കാണാല്ലേ. അപ്പോൾ ഇക്ക ഇങ്ങനെ എത്തിച്ച് നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണ്ടേ. അങ്ങനെ അപ്പോൾ ഇതായിരിക്ക ചോറ് വെച്ചിങ്ങനെ പട്ടികൾക്കും പൂച്ചകൾക്കും ഒക്കെ ഉള്ള ചോറ്. മന്തി അല്ല കേട്ടോ, മറ്റേ റൈസ്, മറ്റേ വെറും ചോറില്ലേ അതും പിന്നെ എല്ല് പീസുകളൊക്കെ ഇങ്ങനെ ഉരുട്ടി കുഴച്ച് അങ്ങനെ പൂച്ചോളും പട്ടികളും ആരൊക്കെ തിന്നോട്ടെ വെച്ചിട്ട് അവിടെ കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സുഡു ഇതായിട്ടും വന്നിട്ടില്ല. സുഡു ഉച്ചയ്ക്ക് വന്നിട്ട് പോയതാണ്, പിന്നെ കാണാനില്ല കേട്ടോ അവനെ. അപ്പോൾ അവനുള്ള മീനും കൂട്ടാനും ചോറൊക്കെ അവിടെ ഉണ്ട്. നാളെ കാലത്ത് വരുമ്പോൾ കൊടുക്കാനായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. നമുക്കൊന്ന് വെറുതെ ഒന്ന് നടക്കാം, ആ പള്ളിക്കയറ്റം വരെ ഒന്ന് നടന്നിട്ട് ഇങ്ങോട്ട് പോരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഇക്ക ടി വി കാണട്ടെ. ഇക്ക നല്ലൊരു സിനിമ ഉണ്ട് മമ്മൂട്ടിയുടെ, അതിരുന്ന് കാണുന്നുണ്ട്. ഞാൻ കുറേ വിളിച്ചു വായോ പറഞ്ഞിട്ട്. അപ്പോൾ ഇക്ക നിങ്ങൾ പോയിട്ട് വായോ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു വൈകുന്നേരം ഇങ്ങനെ നടക്കാനായിട്ട്. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ നടന്നിരുന്നു. അന്നൊന്നും യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ നടക്കാറൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ കുട്ടികളൊക്കെ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ ഇപ്പം പറയുന്നത് എന്താ വെച്ചാൽ ഗൾഫിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും റൂമിലുള്ളവരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ നടക്കും. ഒരുപാട് ഇങ്ങനെ കാല് കഴിയണ വരെ ഇങ്ങനെ നടക്കും. എന്നിട്ട് വന്നിട്ട് ഒരു കെടുപ്പാണ്, എന്നിട്ട് അങ്ങനെ ഉറങ്ങും, ക്ഷീണം കൊണ്ട് ഉറങ്ങും എന്നൊക്കെ അങ്ങനെ പറയാട്ടെ. ഗൾഫിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പം ഇക്ക ഞങ്ങളെ കാണാണ്ടായപ്പോൾ വന്ന് നിൽക്കുക, കാണാനില്ലല്ലോ വെച്ചിട്ട് നിറച്ചും പട്ടികളും ഉണ്ട്. അങ്ങനെ എന്താ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക ഒക്കെ ചെയ്യാട്ടോ. അങ്ങനെ സവാരിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോരുകയാണ്, വീട്ടിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ എന്താ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി, ഞാനും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഇനി കുറച്ച് നേരം ഞങ്ങൾ സിറ്റ് ഔട്ടിൽ കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി കോമഡികളൊക്കെ കണ്ട് ചിരിച്ച് കുറച്ച് നേരം അങ്ങനെ അവിടെ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരുന്ന് ചിലവഴിച്ചു കേട്ടോ. അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ ഇന്ന് വോയിസ് കൊടുക്കുക, അത് കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങാച്ചിട്ടാണ് കേട്ടോ. നാളെ പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ, ശനിയാഴ്ച അല്ലേ. അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഉണ്ണി ടാറ്റ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ടാറ്റ സ്വീകരിച്ചോളൂ. ടാറ്റ.